മുൻമന്ത്രി വി ശിവൻകുട്ടി CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് അല്പസമയം മുൻപ് വന്ന വാർത്ത. വി ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കി അവരോധിച്ചതിലുള്ള എതിർപ്പ് മൂലമാണ് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത് എന്ന തരത്തിൽ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരത്ത് CPMൽ പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, ആനാവൂർ നാഗപ്പൻ, വി ജോയ് തുടങ്ങിയവർക്കിടയിലുള്ള അസ്വസ്ഥതയും അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെ വലിയ തോതിൽ CPMന് തിരുവനന്തപുരം ജില്ലയിലടക്കം വലിയ തിരിച്ചടിയായി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിലൊക്കെ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കടന്നു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ആരാണ് എന്നതിനെക്കുറിച്ച് ഈ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും തിരുവനന്തപുരത്തെ CPM പ്രവർത്തകർക്കിടയിൽ നടക്കുന്നത് അവർ കാണുന്നത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ശിവൻകുട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വീണ്ടും ചർച്ചയാകുന്നത്. രാവിലെ 9:30 ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പങ്കെടുക്കാതെ ശിവൻകുട്ടി മാറി നിൽക്കുകയാണ്. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കുന്നതിലുള്ള എതിർപ്പ് മൂലമാണ് വി ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത് എന്നാണ് വാദം. തെരഞ്ഞെടുപ്പ് ഫല അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്കും ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇത് ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി വിട്ടുനിൽക്കുന്നത്. CPMന്റെ സംസ്ഥാന സമിതി അംഗമായ ശിവൻകുട്ടി തിരുവനന്തപുരത്തെ എല്ലാ സംഘടനാ യോഗങ്ങളിലും മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന നേതാവാണ്. മന്ത്രിയായിരുന്നപ്പോഴടക്കം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറി നിന്ന പതിവ് ശിവൻകുട്ടിക്കില്ല. ഇന്നലെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലാണ് വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ CPM തീരുമാനിച്ചത്. തീരുമാനത്തെ എതിർത്ത് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി ശിവൻകുട്ടിയുടെ പേരും കടകംപള്ളി നിർദ്ദേശിച്ചു. എന്നാൽ സമ്മേളനം തിരഞ്ഞെടുത്ത വി ജോയ് തുടരട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞു. ആനാവൂർ നാഗപ്പൻ, M വിജയകുമാർ എന്നിവർ ജോയിയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തത്. MLA മാർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതാണ് CPMലെ ഒരു പൊതു സംഘടനാ രീതി. അത് പാലിക്കാതെ വി ജോയ് തന്നെ തുടരാൻ തീരുമാനിച്ചതാണ് ശിവൻകുട്ടിക്കും കടകംപള്ളിക്കും ഒക്കെ ഒരു തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയത് എന്ന് അറിയപ്പെടുന്നു. ജില്ലയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കം കാരണമാണ് ജോയിക്ക് ഒഴിയാനാകാത്തത് എന്നും സൂചനയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ തുടർന്ന് വി ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റിയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ A റഹീമിനായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും വി ജോയ് തുടരുകയാണ്. അതിൽ അസ്വസ്ഥത, അതിൽ അല്പം മനോവിഷമം ഒക്കെയുണ്ട് വി ശിവൻകുട്ടിക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല മറ്റു പല ജില്ലകളിലും ഇത്തരം പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെ CPMൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നം മൂലമാണ് വി ശിവൻകുട്ടി മാറി നിൽക്കുന്നത് എന്ന ഒരു ന്യായീകരണമാണ് ജില്ലയിലെ ചില സഖാക്കളിൽ നിന്ന് ലഭിക്കുന്നത്.